പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്ലാൻ പൊളിഞ്ഞു. നമ്മുടെ മീൻകുളത്തില് ഒരു പാമ്പ് വന്നു. ഇന്ന് പണിയെടുത്ത് നടുടിഞ്ഞിരിക്കുക. നല്ലട ചുട്ടതിരിക്കുമ്പോ പുല്ലട തന്ന എൻ്റെ അമ്മായി കൂട്ടാൻ വെച്ചാൽ രസമില്ല. അതുകൊണ്ടാണ് ഞാൻ വലിച്ച് ദൂരെ കളഞ്ഞത്. ആരോ പറഞ്ഞു വായ വെച്ച് കുടിക്കാൻ പാടില്ലെന്ന്. കല്ലിപ്പൊടി സാധനമാണെങ്കിലും സൂപ്പർ സാധനം തന്നെയാണ്. പാവപ്പെട്ടവന്റെ അടാന്നങ്ങടെ പറയാ. പണ്ട് നമ്മുടെ പപ്പ കണ്ട കടടക്കം ചീഞ്ഞു പോയി. പപ്പക്കായകളൊക്കെ വാടിപ്പോയി. അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്. അപ്പം ഞാൻ വെറുതെ തമാശ പറിച്ചാണ്. ഇതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇത് മണ്ണുത്തിന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡ് ലേഡീന് ഇപ്പോൾ നമ്മളവിടെ ക്ലിക്കായില്ല ഈ സാധനത്തിന്. 2-3 പപ്പക്കായ ഉണ്ടായി. പക്ഷേ ടേസ്റ്റ് ഇല്ല. അത് എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്ന് കുറേ പണികളുണ്ട്. നമ്മുടെ അടുക്കള തോട്ടം ഒന്നുകൂടിയും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇതൊരു ടാസ്ക് പോലെ, അതായത് എൻ്റെ ധാരണ പറഞ്ഞ് പറിച്ചിട്ട് എത്ര ദൂരം പോകുന്നതായിരുന്നു എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്ലാൻ പൊളിഞ്ഞു. ഇന്നേ കാലത്തോട്ട് ഭയങ്കര പണിയായിരുന്നു. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകുളത്തിൽ ഒരു പാമ്പ് വന്നു. നമ്മുടെ മീൻകുളത്തിലൊരു ചേര തവളാനെ പിടിച്ചു പോണു. കണ്ടോ? ചേരിനിയ വേണ്ട ദേ പോണു. അവനെ പുറത്ത് കിടക്കാൻ പറ്റില്ല. സരിത അങ്ങോട്ട് ഓടി വന്നേ. അയ്യോ ദേ പോണു. തവളകൾ കുറച്ചെണ്ണുണ്ട്. ഒരു 5-10 തവളകളുണ്ട് മീൻകുളത്തിൽ. അവർക്ക് സുഖമാണല്ലോ. ഇവിടെ വെള്ളത്തിൻ്റെ ഇപ്പോൾ ഇതൊന്നും ഇല്ല. അപ്പോൾ തവളകൾക്ക് അതിൽ വളരാനും എല്ലാത്തിനും സൗകര്യം. അപ്പോൾ അതിനെ പിടിക്കാൻ ഒരു ചേരപ്പാമ്പ് വന്നു. അപ്പോൾ എന്നിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകെ വൃത്തിയാക്കലായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കി. നമ്മുടെ കൊള്ളിയൊക്കെ നട്ടു. കൊള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ചപ്പ് ചവറുകൾ നിറച്ച് വെണ്ണൂറ് കൊത്തി കളച്ച് ഒക്കെ ഇട്ടിട്ട് ഒരു 5 കൊള്ളി നട്ടു. പിന്നെ മെയിൻ സാധനം ആളുകൾ ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വള്ളിച്ചീര. ഈ സാധനം ഈ ചുവപ്പ് ചീര, വള്ളിച്ചീരയിൽ ചുവപ്പ് കളറിലുള്ളത് വയലറ്റ്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ വിത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ പച്ചയില് ഈ പച്ചിന് ആളുകൾക്ക് കൂടുതൽ ആവശ്യം വരുന്നത്. പക്ഷേ ഈ സാധനം ദേ ഇപ്പോൾ ഒരെണ്ണം നട്ടുണ്ട്, 2 നട്ടുണ്ട്. 2 തണ്ട് എനിക്ക് കിട്ടിയതാണ്. 2 അത് കിട്ടിയത് നട്ടുണ്ട്. അതിപ്പോൾ പൊടിച്ച് വലുതായിട്ട് കഴിഞ്ഞിട്ട് വേണം ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ. അങ്ങനെ അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ഇന്ന് പണിയെടുത്ത് നടുടിഞ്ഞിരിക്കുക എൻ്റെ. അപ്പോൾ സരിത അവിടെ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതെ പുല്ലട അവൾക്ക് നീരൊഴിച്ച ചെറുതായിട്ടുള്ള നീരൊഴിച്ച. അപ്പോൾ കുടില് പുല്ലട. അത് കുമാരിച്ചീര അവിടെ നിന്ന് മറ്റേ പുല്ല് ഇത് കൊണ്ടുണ്ടല്ലോ തെങ്കാശിന്ന്. അപ്പം അതിൻ്റെ പുല്ലട. അതായത് പണ്ട് നമ്മുടെ വീട്ടിൽ പുല്ലട ഉണ്ടാക്കും. ഈ പുല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ധാരണയില്ല. പണ്ട് കാലത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കൊണ്ടുള്ള അടയാണ് കാശുള്ളവരും പിന്നെ എന്താ പറയുക അവരൊക്കെ ഉപയോഗിക്കുക. ഈ പുല്ലിന് തീരെ വിലയില്ല. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ അടാന്നങ്ങടെ പറയാ ഈ സാധനം പുല്ലട. കുറച്ച് നാളികേരം കുറച്ച് ശർക്കരയും കൂട്ടി ചേർത്ത് തിരുമ്പി ഇതാക്കിയിട്ട് പിന്നെ നാളികേരം പൊഴിക്കുക. ഈ സാധനം വാഴയിലാക്കിയിട്ട് പുഴുങ്ങണ ഒരു പരിപാടി, സിമ്പിൾ പരിപാടി. ഒരു പാട്ട് കേട്ടിട്ടില്ല നിങ്ങൾ? നല്ലട ചുട്ടതിരിക്കുമ്പോ പുല്ലട തന്ന എൻ്റെ അമ്മായി. കേട്ടിട്ടുണ്ടാ? അതായത് അമ്മായിയുടെ വീട്ടില മാമന്റെ വീട്ടിൽ പോയതാണ്. ഈ ആരാണ്ട് ഈ ചേച്ചി, ഒരു ചേച്ചി മാമന്റെ വീട്ടിൽ പോയപ്പോ
അവിടെ 2 തരത്തിലുള്ള അടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലട, അരിപ്പൊടിയുടെ അടി ഉണ്ടാക്കിയിട്ട് നല്ലട, പുല്ലടയുണ്ട്. ഈ ചേച്ചി കൊടുത്തത്, അമ്മായി കൊടുത്തത് പുല്ലടയായിരുന്നു. നല്ലട ഇരിക്കുന്നത് ഈ ചേച്ചിക്ക് മനസ്സിലായി കണ്ടു, പക്ഷെ ആൾക്ക് കൊടുത്തില്ല. നല്ലട ചുട്ടതിരിക്കുമ്പോ പുല്ലട തന്നെൻ്റെ അമ്മായി ചത്തെന്ന് ഞാൻ കേട്ടപ്പോ അപ്പ കുടിച്ചു 1 കിണ്ടി പച്ചവെള്ളം. ആ സന്തോഷമായിന്ന്. അമ്മായി അന്ന് എൻ്റെ അടുത്ത് ഇത് ചെയ്തില്ലോ, അതിന് ഇതായത് അമ്മായി ചത്തെന്ന് കേട്ടപ്പോ അപ്പ തന്നെ ഞാൻ 1 കിണ്ടി പച്ചവെള്ളം കുടിച്ചു. അപ്പൊ ഈ പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ പുല്ലട എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര സാധനമാണ്. നമ്മുടെ വീട്ടിൽ പണ്ട് പുല്ല് കൃഷി ചെയ്ത് തുടങ്ങും. ഒരു കണ്ടത്തിൽ ഞങ്ങൾ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്, ഈ കഞ്ഞിപ്പുല്ല് എന്ന് പറയാനാ പുല്ല്. എന്നിട്ട് അത് പൊടിച്ചു. നമുക്കൊക്കെ പുല്ലടേനെ ഇഷ്ടട്ടോ, അരിയിലടയേക്കാളും ഇഷ്ടം പുല്ലടയാണ്. പക്ഷെ ആളുകൾ അന്നത്തെ ഒരു ധാരണ എങ്ങനെയായിരുന്നു. അപ്പൊ സരിത പുല്ലടീനാണ് നിങ്ങൾക്ക് നാളികേരം പോയിച്ചാലോ. എനിക്കിവിടെ ഇനി കുറച്ചുകൂടി പുല്ലുകള് വലിക്കണം. നമ്മുടെ അടുക്കള തോട്ടം നല്ല പരിപോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പരിപോഷിപ്പിച്ച് വരും. അപ്പൊ ഒരു ന്യൂനമർദ്ദം വരും, മഴ അടുപ്പിച്ച് പെയ്യും. അപ്പൊ പിന്നെ വീണ്ടും പുല്ല് നിറയും, വീണ്ടും പരിപോഷിപ്പിക്കും. അതങ്ങനെ അതിങ്ങനെ ആ വർഷം തുടങ്ങും. അത് കുഴപ്പമില്ല, ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കാബേജിന്റെ കോളിഫ്ലവറിന്റെ ഒക്കെ തൈ വാങ്ങിക്കണം. ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങലും നാശാവലും ഒക്കെ സാധാരണയല്ലേ. അതിലും എന്തായാലും വലിയ കാര്യമില്ലേ, മനസ്സിലായി. അത് കൃഷിയിൽ നഷ്ടങ്ങൾ വരും, ലാഭങ്ങൾ വരും. ഇതിപ്പോൾ നമ്മുടെ ഈ ഇത്രയും നല്ല റെഡ് ലേഡിയാണ് നാശമായി പോയത്. അത് കൂട്ടാൻ വെച്ചാൽ രസമില്ല, കൂട്ടാൻ വെച്ചാൽ രസമില്ല. അതുകൊണ്ടാണ് ഞാൻ വലിച്ചു ദൂരെ കളഞ്ഞത്. ഇനി ഒരെണ്ണം 2 തൈ വാങ്ങിക്കണം. നാടൻ തൈ, നാടൻ പപ്പായ തൈകൾ കിട്ടാല്ലേ. ഞാൻ അപ്പൊ ഞാൻ നാളികേരം പോയിച്ചിട്ട് തരാം. ഇത് പുല്ല് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നാളികേരം ചെയ്യാൻ മതി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണോ? ശരി. പുല്ലടി ഉണ്ടാക്കാനായിട്ട് നമ്മള് പുല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ, പൊടി. പിന്നെ അതില് തരി ഉപ്പിട്ടു. പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉരുകിയ ശർക്കര ഈ തിളച്ചു കണ്ട ഈ നല്ല ഈ ചൂട്ടോടെ തന്നെ ഈ പൊടിയിലേക്ക് ഒഴിക്കും. ചൂടാറട്ടെ. അപ്പൊ ചേട്ടൻ നാളികേരം ചെരുകി കൊണ്ടുവരുന്നത് ഇതിലിടുക, പരത്ത വേവിക്കുക, അത്രേ ഉള്ളൂ. അതായത് നമ്മള് ഒരു വെട്ടോത്തി വാങ്ങിച്ചു. കുറെ നാളത്തെ ഇതാണ് വെട്ടോത്തി. എല്ലാ വീട്ടിലും നമുക്കറിയാം വെട്ടോത്തി ഉണ്ടാവും. വെട്ടോത്തിയിലെ ഈ പിടിയില്ലേ, ഇത് കുറച്ചാൾ കഴിഞ്ഞാൽ ഇത് ഇതാണ്ട് ഊരിയാണ്ട് പോവും. ഇവിടുത്തെ വെട്ടോത്തി നാശമായി. ഇപ്പോൾ ഒരു പുതിയൊരു വെട്ടോത്തി വാങ്ങിച്ചത് 200 രൂപ വെട്ടോത്തിക്ക്. അപ്പോൾ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം പൊതിക്കുന്നത് നമുക്ക് ഇതല്ല, പണ്ടത്തെ ഒരു പൊതിക്കലാണ്ട്. ഈ എന്തെങ്കിലും പുല്ലടാരെ പണി തുടങ്ങിയപ്പോൾ എനിക്കൊരു ആഗ്രഹം, പണ്ടത്തെ ആ നാളികേരം പൊതിക്കില്ലേ വെട്ടോത്തി കൊണ്ട്, അതൊന്ന് പൊതിക്കുന്നത്. അപ്പം ഞാനത് പൊതിക്കാൻ പോകട്ടെ. അപ്പം പണ്ടത്തെ നാളികേരം പൊതിക്കലിൻ്റെ ബുദ്ധിമുട്ട് നിനക്കറിയാലോ. ഒരു പലഹാരപ്പണി, അതായത് വല്ല വിരുന്നിനും ഇതിനൊക്കെ നമ്മൾ പലഹാരപ്പണി നടത്തില്ല. അപ്പോൾ ഒരു 10 നാളികേരം പൊതിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കല്ല എല്ലാവർക്കും ഭ്രാന്ത് വരും. അപ്പോൾ ഈ വെട്ടോത്തിയാണല്ലോ, വെട്ടോത്തിയുള്ള പൊതിക്കലാണല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ മെഷീൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് പണ്ടത്തെ നാളികേരം പൊതിക്കുന്ന പരിപാടി. മറ്റേ പൊതിക്കണവരെ കയ്യിൽ മറ്റേ സാധനം, പൊതിക്കണവരെ മറ്റേ ആ കമ്പിയില്ലേ മറ്റേ അതെല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, എല്ലാ വീടുകളിലും ഉണ്ടാവില്ല. പിന്നെ പൊതിക്കാൻ അറിയില്ല. അപ്പോൾ ഈ വെട്ടോത്തി കൊണ്ടാണ് പൊതിക്കുക. വെട്ടോത്തി കൊണ്ട് പൊതിക്കൽ ഇത്തിരി പണി പിടിച്ച പണിയാണ്. പണ്ടത്തെ പൊതിക്കലിൻ്റെ രീതിയാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ആ നാളികേരം പൊതിച്ചാന്ന് ആര് സരിതരാ. ഈ നാളികേരം പൊതിക്കല് ഒരു ഭയങ്കര പണി തന്നെയാണ്. അത് പറഞ്ഞില്ലേ 10 നാളികേരമൊക്കെ പൊതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതായത് ചകിരിക്കാനുള്ളത്. പിന്നെ ഈ നാളികേരം ഇതിൽ നിന്ന് വിട്ടു പോരാത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കലി വരും. ആലുവ പണി അതിനൊക്കെ, അലുവയ്ക്കൊക്കെ മറ്റേ പേറ്റ് പലഹാരം അതൊക്കെ കൊണ്ടുപോകുമ്പോൾ
പറയുമ്പോഴേ നാളികേരം പോയിക്ക് കുറെ നാളികേരം ഉണ്ടാവും നോക്കിയാ. നാളികേരം പൊതിക്കണ ഇപ്പഴത്തെ സാധനല്ലേ, അത് വന്നപ്പോ അത് അച്ഛൻ എവിടെയോ കണ്ടു വന്ന് അന്ന് തന്നെ അച്ഛൻ ഉണ്ടാക്കി. അതിന്റെ അതെന്തുട്ട സംഭവം ഇങ്ങനെയാന്ന് നോക്കിട്ട് അപ്പൻ ഉണ്ടാക്കിട്ട് ഓർമ്മയുണ്ടോ ചേട്ടന്? വീടിന്റെ പിന്നിലത് ഉറപ്പിച്ചു വെച്ചു. അത് സരിതന്നെ കാണാനായിട്ട് എല്ലാവരും ഇവിടെ നിന്ന് വന്നില്ല. അപ്പൊ വിജയൻ അത് ഈ സാധനം ചോദിച്ചിട്ട് അത് പൊക്കി അത് ഓടിച്ചു വിജയൻ. നോക്കിയപ്പോ ഒരു നാളികേരം പോയിക്കല്ലോ ബുദ്ധിമുട്ട്. ആ സമയത്തൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അല്ലെ? ഇവിടെ 2003 2004 നാളികേരം പോയിക്കുന്ന ഇത് എല്ലാ സ്ഥലത്തായത്. അതിനേക്കാളൊക്കെ വളരെ മുന്നേ ഞങ്ങളുടെ വീട്ടില് അച്ഛനത് ഉണ്ടാക്കി വെച്ചു. കളഞ്ഞിട്ടില്ല കണ്ട വെള്ളം. ആരോ പറഞ്ഞു വായ വെച്ച് കുടിക്കാൻ പാടില്ലെന്ന്. വായ വെച്ച് കുടിച്ചോ? കുടിച്ചറാ. പണികൾ ചെയ്തു വെച്ചോ. പച്ചക്കാള എന്റെ കാലുമേ കണ്ട ജഗു. പച്ചക്കാള കണ്ട അച്ഛൻ്റെ കാലുമോന്ന് വെച്ചു. ആ ചാടി പോയി. ഫുള്ള് പച്ചക്കാളയല്ല, പകുതിയുള്ള പച്ചക്കാളാള്. ഇവിടെ നമ്മളെ ശരിക്കുള്ള കസ്തൂരി മഞ്ഞളില്ലേ, ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ ഇത് കൊണ്ടുവന്ന് അന്ന് കുഴിച്ചിട്ടില്ലേ നമ്മുടെ ഈ ഷൊർണൂരത്തെ ഒരു കർഷകൻ്റെ അവിടെ പോയില്ലേ, അപ്പോൾ ആൾ തന്നില്ലേ. അത് ഇവിടെ ഒരു 5-8 എണ്ണം ഞാൻ കുഴിച്ചിട്ടത് വലുതായി തുടങ്ങിയിട്ടാ. കസ്തൂരി മഞ്ഞൾ മുഖത്ത് വയ്ക്കാനുള്ളത്. ഇവിടെ കളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒക്കെ പോവും. ഏത് ഈ കസ്തൂരി മഞ്ഞളും ഇതൊക്കെ പോവും. അതുകൊണ്ടാണ് പുല്ല് വരിക്കുന്നത് നമ്മളെ. ഇതൊക്കെ കോഴികൾക്ക് തീറ്റയേ. ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ നാളേരം ശരിക്കും കൊണ്ടുവന്നു കേട്ടാ. ഇഡ്ഡലി ചെമ്പ് അവിടെ വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് സ്റ്റീലിൻ്റെയാണ്, നമുക്ക് മണ്ണിൻ്റെ വേണമല്ലേ ഇഡ്ഡലി ചെമ്പ് ചേട്ടാ. കേൾക്കണ്ട ഞാൻ പറയണത്? നമ്മൾ എനിക്ക് നാളികേരം ചെരിയത് ഇങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കാറ്. ശർക്കര നീര് അടക്കം ഈ തളച്ച തന്നെ ഇതിലേക്ക് ഒഴിക്കണ കാരണം കൊണ്ടേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ അട കഴിക്കാനായിട്ട്. എനിക്ക് വിശന്ന് തുടങ്ങി, വയ്യാണ്ടായി. എന്താ പണിയില് പറയാൻ മാത്രം പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. കാലത്തോട്ട് തുടങ്ങിയത്. ആ പണികളൊന്നും കാണിച്ചില്ലെന്ന് മാത്രം. ഇവിടെ ആകെ വെടുപ്പാക്കലായിരുന്നു. വേറെ ഉണ്ടാവില്ലേ, വെന്ത് കഴിഞ്ഞാൽ തിന്നാം. ആവി കൈമിലേക്ക് വരണമായിരുന്നേ. സ്റ്റൗമ്മലാണെങ്കിൽ ഇത് തീ കെടുത്തിട്ടാണ് എടുക്കാറ്. തിന്നട്ടത് കഴിച്ചോ? പഴമയുടെ സുഗന്ധം. പഴയതൊന്നല്ല, ഇത് ഇപ്പന്നെ ഉണ്ടാക്കിയത്, ചൂടാറിയിട്ട് പോലും. അതല്ലറി പണ്ട് കാലത്തൊക്കെ എന്റെ പെനീനും ഇതും ഒരു കളർ ഏകദേശം അല്ലേ? ചേട്ടന് കണ്ണിന് വല്ല കുഴപ്പമുണ്ട് ഈശ്വര? എന്തുട്ടാ കഴിച്ചിട്ട് പറയും. അല്ല ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ല.
പ്രത്യേകത ഒന്നുമില്ല, നമ്മളെപ്പോഴും ഉണ്ടാക്കണതാ. അതല്ല, നിങ്ങൾ കൈക്കോട്ടൊക്കെ കളച്ച് പണി കൊടുത്ത് വയ്യാണ്ടായിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രസം വേറെ ഒന്നും തന്നെ. അത് എത്ര എനിക്ക് മതി മതി, അത് എത്ര തല്ലിപ്പൊളി സാധനമാണെങ്കിലും സൂപ്പർ സാധനം തന്നെയാണ് ഇത്. അല്ലാന്ന് ഞാൻ കളച്ചിട്ട് വരുമ്പോഴുള്ള കാര്യം പറഞ്ഞ ഈ അടയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തന്നെയാണത്. നാളെ ഇങ്ങനെ ഇനി വെച്ചിട്ട് പിന്നെ നാളെ തിന്നണം. ഓ, നമ്മൾ വെള്ളരി കൊണ്ടല്ലേ കൂടുതൽ പേര് ആളുകൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് തവിട് കുറവായിരിക്കില്ല, തവിടില്ല അല്ലേ, വെള്ളൽ അരിയിൽ തവിടില്ല. ഇവിടെ നമ്മൾ മട്ടയാണ് ഉപയോഗിക്കുക. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ പുല്ലട ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മറ്റേൻ്റെ കുറവ് നികത്താൻ ബെസ്റ്റാണ്. കുറുക്കി കഴിക്കണം, ടേസ്റ്റ് ഇതാട്ടാ. ആഹാ, പിന്നൊരു കട്ടൻ കാപ്പി, പിന്നൊരു മഴ. പുല്ല് വേനൽക്കാലത്തേക്കാ നല്ലത്, കാരണം പുല്ല് തണവല്ലേ. ഇപ്പോൾ കുഴപ്പമില്ലേ, അപ്പൊ പുല്ലിന് മഴ കോമ്പിനേഷൻ വേണ്ട തോന്നുന്നു. നമുക്ക് കുഴപ്പമില്ലേ. എൻ്റെ ഇരിപ്പേ നമ്മുടെ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിലാണ്ട് KPSC അറിയത്ത് ഇരിക്കുന്നുണ്ടല്ലേ, അലുവിനായിട്ട് ഇങ്ങനെ ഇരിക്കും. അതേപോലെയാ പണ്ട് അമ്മമാര് ഇങ്ങനെ വിളക്ക് വയ്ക്കുന്ന ടൈമിൽ ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും കാലയിൽ പൊറിക്കാൻ തിന്നാനൊക്കെ ഉണ്ടാവും. അങ്ങനെ കാല് നീട്ടി വെച്ചിരിക്കും. ഇത് ശർക്കര അല്ല, പഞ്ചസാരയിൽ ഉണ്ടാക്കരുത് കേട്ടോ, ശർക്കരയിൽ തന്നെ വേണം. അടുത്തട ആഹാ, നല്ല കനം കുറവിൽ പരത്തണം അല്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. നമ്മുടെ അമ്മ പണ്ട് കാലത്ത് പരത്തുന്നത് നല്ല കനത്തിലായിരിക്കും. നമ്മുടെ ഈ തള്ളവരലിൻ്റെ കനം ഉണ്ടാവും. അടകളുടെ പണി കഴിഞ്ഞു, സരിത വിളക്ക് വയ്ക്കാൻ പോണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കണ അട